എന്നുള്ളതാണ് എന്നിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഗ്രേസ് വന്ന സമയമായിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു കിണ്ണത്തപ്പം ഉണ്ടാക്കാണ്. സ്റ്റീവ് അറിയാമല്ലോ. അപ്പൊ സ്റ്റീവ് ഭയങ്കര ഇഷ്ടമാണ് കിണ്ണത്തപ്പം. എല്ലാവർക്കും ഇഷ്ടമാണ് കിണ്ണത്തപ്പം. സണ്ണിചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലല്ല, സ്റ്റീവിന് ഇപ്പൊ പുതിയൊരാള് വന്ന ഒരിതില് അവന് ഭയങ്കര ഇഷ്ടമാണ് കിണ്ണത്തപ്പം. അപ്പൊ അതും കറിയുണ്ട്. ആ കറിയുന്ന കുട്ടിക്കുള്ള കിണ്ണത്തപ്പാണ് എന്നിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എന്റെ അടുത്ത് അരിപ്പൊടി എന്ന് പറയാൻ ഇതാണുള്ളത്. ഞാൻ കൊറേ അരിപ്പൊടി നിലാവ്. അപ്പൊ എനിക്കിതിരെ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാ. നല്ലായിരുന്നു. അല്ല, ഇതിപ്പോ ഞാൻ അങ്ങനെ ലൂസ് ചെറിയൊരു പാക്കറ്റായിട്ട് മേടിച്ചതാ. 5 കിലോന്റെയൊക്കെ മേടിക്കാറ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ മേടിക്കലൊക്കെ കുറവാണ്. ഇനി വലിയ പാക്കറ്റായിട്ട് മേടിക്കണം. ഇങ്ങോട്ട് മാറിയതിനു ശേഷം ഇങ്ങനെ അരിപ്പൊടിയുടെ പരിപാടികൾ കുറവാണ്. കിണ്ണത്തപ്പം ആക്ച്വലി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. നമ്മളെപ്പോഴും മേടിക്കണം. നമ്മളൊക്കെ എപ്പോഴും ഇവിടെ അമ്മ എപ്പോഴും ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര ഉണ്ടാക്കി പരിചയമില്ലാത്ത റേറ്റ് ആണ്. പക്ഷെ അമ്മ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കായിരുന്നു കേട്ടോ. വട്ടയപ്പോ അത് കിണ്ണത്തപ്പോ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരു ഇന്ന സമയത്ത് പെരുന്നാളിനോ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല. അമ്മ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. പിന്നെ കുറുക്ക് ഉണ്ടാക്കാറുണ്ട്. തേങ്ങയൊക്കെ ഇട്ടിട്ട് അരി നമ്മള് പുട്ടിനൊക്കെ അരി പൊടിപ്പിച്ചു കൊണ്ടുവരുമ്പോ അതിന് തരി കിട്ടുമല്ലോ. ആ തരിയിൽ തേങ്ങയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് മാറണം. ഞാൻ ഇച്ചിരി പഞ്ചസാരയും മറ്റേ ഏലക്കായ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തരിയായിട്ട് പൊടിച്ചെടുക്കാൻ. മധുരം വേണ്ടേ? മധുരല്ലേ ഇതിന്റെ ഒരു ഇത്. ഇത്ര പോരെ മധുരം? ഞാൻ പറഞ്ഞു മധുരം കൂടിയാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല അല്ലേ? നിന്റെ ഇഷ്ടമാണ്. പൊടിയല്ലേ അപ്പൊ കുറച്ചിട്ടാ മതി. മറ്റേ നമ്മള് ഏലക്കായല്ലേ ഇടണേ. ഇനിയിപ്പോ ഓവർ ഏലക്കായുടെ ടേസ്റ്റ് ഒന്നാലും രസം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ യൂട്യൂബില് നമുക്ക് ഇപ്പൊ 90K 90,000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മള് പ്രോപ്പർ അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് പ്രോപ്പറായിട്ടല്ല വീഡിയോ ഇടാറ്. അപ്പൊ കുറച്ച് എന്താ പറയാ, എനിക്ക് സ്റ്റീവിന്റെ കൂടെ ഒന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോ നിങ്ങൾ നോക്കുമ്പോ നമ്മുടെ ഡെയിലി ലൈഫ് ഇങ്ങനെ കാണിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ എന്റെ ഇടയിൽ ഉള്ളിലുള്ള പണികളും ഇതൊക്കെ കൂടെ ആവുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഷോർട്സും റീൽസായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി പോയതായിരുന്നു. വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ എന്തായാലും അടിച്ചെടുക്കട്ടെ. ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഇട്ട് തുടങ്ങി മീൻസ് താൽക്കാലികമായിട്ടോണ്ടിരിക്കണ്. അപ്പൊ സന്ധ്യയുടെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ പോയി കണ്ടോളൂ. പിന്നെ ഞാനും നീ അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ചേട്ടനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞേ. അല്ല, ഞാൻ പറഞ്ഞോണ്ട് എന്റെ പ്രേക്ഷകരോട് ഞങ്ങളുടെ ഒരു റിയൽ ലൈഫിലുള്ള കുറച്ച് പേര് ഇവിടെ വന്നിരുന്ന് കാണുന്നുണ്ട്. അപ്പൊ അവരോടായിട്ട് ഞാൻ പറഞ്ഞു, അവരെങ്ങനെ കണ്ടിട്ടില്ലെങ്കിലോ മേടിച്ചോ. മതി, പൊടിഞ്ഞു. പുകയേ കണ്ടോ, പുകയായി മാറിയത്. ഈ പുക നമുക്ക് ഇതിലിട്ടിട്ട് വേഗം പോയി തേങ്ങ പൊതിച്ചതില്ല. തേങ്ങ ഒന്ന് പൊതിക്കണം. ഇപ്പൊ ഞാൻ ഇതില് മിക്സ് ചെയ്യണല്ലോ. ഇതില് മിക്സ് ചെയ്യണല്ലോ. എന്നിട്ട് മിക്സ് ചെയ്യാം. അതല്ല, ഞാൻ എപ്പോഴും തേങ്ങ ചിരവിയാണ് എടുക്കാറ്. ഇപ്പൊ മമ്മയൊക്കെ തേങ്ങ ഇങ്ങനെ കുത്തി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാറുണ്ട്. എനിക്ക് അത് അത്ര വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അത് ചിലപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിന്റെ ആയിരിക്കാം. ഇപ്പൊ ഞാൻ ഒരു ദിവസം തേങ്ങ എളുപ്പപ്പണിക്ക് ഇങ്ങനെ കുത്തിയെടുത്ത് യൂസ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി റെഡിയാണല്ലോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ തേങ്ങ ഇടുന്ന ആ ഒരു സാധനത്തിനൊക്കെ വേണ്ടി അങ്ങനത്തെ സമയത്ത് ചിരവാം. പക്ഷെ ഇതില് ഈ ജാറിലടിക്കുമ്പോ അതിന്റെ ആവശ്യമില്ലാത്ത പോലെ തോന്നുന്നു. അതെന്തായാലും ഞാൻ ഉപേക്ഷിച്ചു എന്നല്ല പറഞ്ഞത്. എളുപ്പമാണ്. ഉപ്പും കൂടി വേണ്ടേ? ഉപ്പിട്ടിട്ട് ഞാൻ പോയിട്ട് അനുഭവിക്കാം. പൊടിച്ച പൊടി ഒരു ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിരുന്നു. എന്തേ കിട്ടോ? ഇത് തരിയാണോ? അതിലുണ്ടോ? ഇത് എന്ത് ഈ സൈഡ്
ഇതെന്തിട്ടത് ടേസ്റ്റ് ഒക്കെ അല്ലേ അലിഞ്ഞോണല്ലേ സൂപ്പർ. എന്നാ ഇനി വേണ്ട. പക്ഷെ ഏലക്കായുടെ ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. ഇത് മാത്രല്ലോ മിക്സ് ചെയ്യുമ്പോ എന്തിയാടാ എന്തിയേ ഞാൻ തേങ്ങ പോയിക്കട്ടെ. സ്റ്റീവ് അവിടെ കിടന്ന് വിളിയോട് വിളി. തേങ്ങ പൊതിക്കാം. പൊട്ടിങ്ങട്. ഓ ഇത്ര ഓ സ്റ്റീവ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് ഇവിടെ കുത്തി പൊട്ടിച്ചിട്ട് പോവാ. ഇവിടെ കുത്തി പൊട്ടിക്കാം. കുത്തി പൊട്ടിക്കോ. പിടിച്ചോ. മോത്തേക്ക് തെറിക്കാണ്ട് പോയിക്കോട്ടോ. നിന്റെ മോത്തേക്ക് തെറിക്കാണ്ട് പോയിക്കോളാം. അതൊക്കെ എടുത്തോ. എന്തായാലും കഴുകിയെടുക്കണം. എന്താ എന്താ അപ്പ വരൂട്ടാ. അപ്പേ ഒന്ന് ചെല്ലോ. ഞാനിപ്പോ വരാം. ജമ്പ് ചെയ്യാമെന്നവന്. അപ്പൊ തെങ്ങനെ ഞാൻ അതേ കൊത്തി റെഡിയാക്കി എടുത്തൊന്ന് കഴുകിയിട്ടാ. മറിച്ചും മണ്ണും പൊടിയായിരുന്നു. അമ്മി കഴുകിണ്ടായില്ല. അതാണ് അമ്മി കഴുകാത്തിന്റെ അല്ല, തെറിച്ചൊക്കെ പോയില്ലേ. അത് 2 കഷ്ണല്ലേ. പക്ഷെ അമ്മീമ ഞാൻ അടിച്ചപ്പോ പൊടിയായിണ്ടായി. ശരിയാ. ഒന്നൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേഗം അടിച്ചെടുക്കട്ടെ. നമ്മുടെ കിണ്ണത്തപ്പം ഓൺ പ്രോഗ്രസ്. തെറിച്ചു പോലല്ലോ. പക്ഷെ ഞാൻ പറയണേ നീ ചെയ്യുന്നത് റോങ് ഉണ്ടോ. ഇത് ശരിക്കും ഇത് അരക്കാനുള്ളതല്ല. നീ മറ്റേ ജാറിലിട്ടായിരുന്നു ഇതിനരക്കണ്ടേ. അതിന്റെ ബ്ലേഡിന്റെ മൂർച്ച പോകും. ഈ കുഞ്ഞ ജാറാണെങ്കിൽ തേങ്ങ ഇതിൽ കൊള്ളില്ല. അത് ശരിയായിരിക്കാം. ആണോ? അതിനാണോ ഹോൾ ഇട്ടേക്കണേ? പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഒരു മുകളിൽ ഓട്ടോ കൊടുത്തേക്കണേ. അതിക്കൂടെ മുഴുവൻ തെറിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യും. അതിനുള്ള തെറിച്ചൊന്നും പോയില്ല. അതിന് പറ്റാത്തതാണ് അതൊന്ന് പുറത്തേക്ക് കാണിക്കുന്നത്. അത് ചീറ്റി തെറിച്ചൊന്നും പോണില്ലല്ലോ. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണേ. എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. പിന്നെ 2 ദിവസം മുമ്പ് ഞങ്ങള് മൊയിലിറച്ചി ഉണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടായിരുന്നു. മൊയിൽ റോസ്റ്റ്. അപ്പോ കൊറേ പേര് അതിന് കൊറേ പേരല്ല 99% നെഗറ്റീവ് കമന്റ് ആണ്. അതായത് കണ്ടപ്പോ തന്നെ വിഷമം തോന്നി. പിന്നെന്താ പാവത്തിനെ എങ്ങനെ നിനക്ക് കൊന്നു തിന്നാൻ തോന്നുന്നു, ഇത് കണ്ടപ്പോൾ വെറുപ്പ് തോന്നി, എന്റെ ശാപം കിട്ടും വിടുവിന്, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ആക്ച്വലി മുയൽ എന്ന് പറയുന്നത് ഒരു ഭക്ഷ്യയോഗ്യമായ ഒരു സംഭവമാണ്. പക്ഷെ ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് നോർമൽ പാവം മൃഗം എന്നൊരു ഫീൽ ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ അതിന്റെ അടുത്ത് അതാണ് കുറെ പേര് പറഞ്ഞത് സ്റ്റാർട്ടിങ്ങില് മുയലിനെ പിടിച്ച് കാണിച്ചു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് വിഷമമായിട്ടാണെങ്കിൽ സോറി. നോർമലി ഇത് ഞങ്ങൾ കഴിക്കുന്ന ഒരു ഫുഡാണ്.
നമ്മള് കോഴിയുടെ പോലെ തന്നെ. പക്ഷെ അതിലല്ലെങ്കിൽ വേറെ കുറെ നിങ്ങൾ എങ്ങനെയാണ് ഈ മരപ്പട്ടീനെ പിടിച്ച് കഴിക്കുമല്ലോ അങ്ങനെയുള്ള മുയലിനെ കഴിക്കാത്ത പോലെ കുറെ പേര് പറഞ്ഞു കിട്ടുന്നു. നമ്മുടെ കേരളത്തില് ഞാൻ മറ്റേ ചാനലിലേക്കാലും വീഡിയോ ചെയ്യുമ്പോ മുയൽ ഫാമിന്റെ എത്ര വീഡിയോ ചെയ്തേക്കണേ ബ്രോയിലർ മുയലിന്റെ. പക്ഷെ വീഡിയോ കണ്ടപ്പോ തോന്നി കേരളത്തിലെ ആരും മുയൽ കഴിക്കാത്ത പോലെ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി. അല്ല, യൂട്യൂബിലാണെങ്കിലും ജസ്റ്റ് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി എല്ലാവരും എങ്ങനെയാണ് അതിനെ പിടിച്ചേക്കണേ. ജീവനോട് തന്നെ കാണിച്ചിട്ട് ദിവനെയാണ് കഴിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അത് നമ്മൾ നോക്കണ്ട, അവരെന്തെങ്കിലും കാണിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായമാണ്. ചിലപ്പോ നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കാം. തോന്നിയിട്ടേക്കല്ല, തോന്നി എന്നറിയാം. കുറെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരോടും സോറി, ക്രൂരയായോണ്ടോ പിന്നെന്താ, അങ്ങനെയൊന്നുമല്ല. അതൊരു നോർമൽ ഒരു ഫുഡ് ആണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്. കുറെ പേര് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിക്കാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, പക്ഷെ കുറെ പേര് കേരളത്തില് നമ്മള് കഴിച്ചത് നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന്, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വളർത്തിയ മുയലോ ഒന്നുമല്ല, നോർമൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഐറ്റം, അത്രേ ഉള്ളൂ. ആ മുയലിനെ ശരിക്കും വളർത്താൻ വേണ്ടി കൊടുക്കണതല്ല, ബ്രോയിലർ മുയലാണ് അത്. അതിനെ ഇറച്ചിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. ലൂസ് നോക്കിയെന്ന് അതനുസരിച്ച് ഇത്തിരി കൂടി ഇതിപ്പോ കട്ടയായി പോവും. കട്ടി കുറഞ്ഞത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോ കട്ടയാവില്ലേ? കട്ടയാവില്ല എന്ന് തോന്നുന്നു, നോക്കട്ടെ. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഇച്ചിരി കൂടി വേണം തേങ്ങാപ്പാല്. ഞാൻ ആ നല്ല പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ, കട്ടിയുള്ള പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇച്ചിരി കൂടി പാല് പിഴിഞ്ഞ് വയ്ക്കട്ടെ. അപ്പൊ ഞാൻ ഈ കട്ടി കുറഞ്ഞ പാല് കുറച്ച് എടുത്തു കൂട്ടാ. മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് ചോദിക്കാം. അതിൽ വെള്ളം കൂടി പോയാലോ? ഭയങ്കര വെള്ളത്തിലുണ്ടാക്കാം അല്ല കേട്ടോ, നോർമൽ ഒരു ലൂസ് ദോശമാവ് പരുവം അതേ സാധനം കൊണ്ട് ഇളക്കാം. മറ്റേതുകൊണ്ട് ഇളക്കാം. ഇതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത പെട്ടെന്ന് മിക്സായി കിട്ടും. തുള്ളി ഇങ്ങനെ കറക്കണം. ഇങ്ങനെയാണോ? അശ്യത് അങ്ങനെ വെണ്ണ കടയണോ കടയേണ്ട ആവശ്യമില്ല. ഇത്തിരി കൂടി വയ്ക്കാം, അല്ലെങ്കിൽ ഇതാവില്ലെന്ന് തോന്നുന്നു. നല്ല വെള്ളം പോലെ ഓക്കെ, ഒന്ന് ഇളക്കി വെക്ക്. ഞാനപ്പോഴേക്കും ഇഡലി പാത്രം ഒന്ന് സെറ്റ് ആക്കട്ടെ. അങ്ങനെ ഇളക്കിയല്ല അവിടെ മിക്സ് ആവും. ജീരകം ഇടൂല, ജീരകം അതിന്റെ കൂടെ ഒരു തട്ടുണ്ടായിരുന്നില്ലേ? ഒന്നെങ്കിൽ ഇഡ്ലി കിണ്ണത്തപ്പുണ്ടാക്കിയാലോ? ഇഡ്ലി പാത്രത്തിൽ കോരി വെച്ചിട്ട് വേറെ നോക്കിയാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടോന്ന്. എന്തായാലും നമുക്ക് ഇഡ്ലി കിണ്ണത്തപ്പം എന്ന് പേരിടായിന്, അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. അത് ഞാൻ വിചാരിച്ചു നമ്മുടെ ഇഡലി പാത്രം അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഓക്കെ ആയിരിക്കുന്നായിരുന്നു. കനത്തിൽ വന്ന വേവോന്ന് വെച്ചാൽ കുറച്ച് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. വേറെ നമ്മുടെ ഇഡ്ലി പാത്രത്തിനുള്ളിൽ വെക്കാൻ പറ്റിയ സാധനമില്ല നമ്മുടെ കയ്യില്. ഇഡ്ലി പാത്രത്തിനുള്ളിൽ വെക്കാൻ സ്റ്റീലിന്റെ പാത്രം ഇഡ്ലി പാത്രത്തിൽ വെക്കാം. അല്ല, വേറെ നമ്മുടെ വേറെ പാത്രങ്ങളൊന്നുമില്ല. വേറെ കുഞ്ഞ് സ്റ്റീൽ പാത്രം ഉപയോഗിക്കണില്ല. നമ്മള് മറ്റേ പാത്രത്തിലല്ല ഭക്ഷണം ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെണ്ണ പോലെ. മതി കൂടി പോവോ? ഇല്ല, നീ വെക്കി പുറത്തേക്ക് പാത്രമില്ലാണ്ട് വെച്ചോ. എന്റെ സെയിം ടൈമിൽ വന്നൊരു ബുദ്ധി. എന്ത് ഇഡ്ലി പാത്രത്തിൽ കഴിക്കാന്നാണോ? സ്റ്റീവ് വച്ചിട്ട് കണ്ടല്ലോ. ഇത് ചെറുതായിട്ടായിരുന്നു ആദ്യം മുകളിൽ വെക്കാം, അടിയിൽ വെക്കണ്ട. ഇത് മുകളിലാണ്. ഞാൻ പിടിക്കാം. ജീരകം ലാസ്റ്റ്. ജീരകം ഇതിന്റെ കൂടെ മിക്സ് ചെയ്യണ്ട. ജീരകം മിക്സ് ചെയ്യണ്ട, അതിന്റെ മുകളില് 1-2 മണിയായിട്ട് ഇടാം. അപ്പൊ അല്ലെങ്കിൽ എല്ലാത്തിലും കിട്ടിയില്ലെങ്കിലോ ഒരെണ്ണത്തിൽ ഒഴിച്ച് കൂടിപ്പോയി. എന്തായാലും ഇത് കട്ടിയുള്ള അപ്പമായി മാറും. ഇതിനൊരു പേരിടണല്ലോ. ഗ്രേസ് ഇഡ്ലി എന്ന് വിളിക്കുള്ളൂ. അല്ല, ഇഡ്ലിയുടെ ഇതിനൊരു പേര് നിങ്ങക്ക് സജസ്റ്റ് ചെയ്യാമോ? ഇഡ്ലി
ഇഡലി എന്ന് പറയരുത്. അപ്പൊ ഒരു രസം ഇഡലി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പാടില്ല. വേറെ എന്തെങ്കിലും. ഇഡ്ലി കിണ്ണത്തപ്പം. ഇഡ്ലി കിണ്ണത്തപ്പല്ല, എന്തെങ്കിലും വെറൈറ്റി പറയാടാ. കിണ്ണ ഇഡ്ലി. എന്റെടാ ദേവന്നപ്പാ പോയാ? എന്നിട്ട് പോയേ. പോയിട്ടുണ്ട് അവിടെ. അപ്പൊ ഇതിനി ആവിയിൽ കിടന്ന് വേവട്ടെ. അതെ. അപ്പൊ ഇനി വേവിച്ചിട്ട് കാണും. അതന്നെ. അതിന്റെ ഇടയിൽ നീ കാണിക്കോ? വേവിച്ചിട്ടല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. വേവിച്ചിട്ട് കാണാം. എന്തേടാ അതേ വന്നെ. സ്റ്റീവ് അവിടെ ബട്ടർഫ്ലൈനെ പിടിക്കാണ്. സനജേട്ടൻ ബട്ടർഫ്ലൈനെ പിടിച്ചു കൊടുക്കാണോ അതോ പുല്ല് പറിക്കാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനൊന്നും അറിയില്ല. അതന്നെ, പുല്ല് പറപ്പിക്കാൻ പഠിപ്പിക്കാണ്. സ്കൂളിൽ നിന്ന് വന്നോട്ടാ. എന്തേടി എടാ മുകളിലല്ല, അത് വീഴില്ല. വീഴില്ലാന്ന്. ആ വീഴില്ല, വീഴാറായിട്ടില്ല. വീഴാറാവുമ്പോ വീഴും. അത് വലുതാവും, തേങ്ങ മൂക്കും, അപ്പൊ വീഴും. അത്ര വലുതാവില്ല, അത് സ്ട്രോങ് ആവും. ഇപ്പൊ ചെറുതാ. ഇപ്പൊ വീണ പൊട്ടൊന്നില്ല, ചില സമയത്ത് പൊട്ടും. വായോ ആ വലിച്ചു പൊട്ടിക്കല്ലേ. വാ. എന്താ ലുക്ക്? ലുക്ക് ലുക്കല്ലല്ലോ, ലുക്ക് ലുക്ക് തന്നെ എഴുതിയേക്കണേ. വെറുതെ ലുക്ക്. ആ ഗ്രേസിന് നോക്കാൻ. അപ്പൊ നമ്മുടെ കിണ്ണമ്പാപ്പ അങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആവിയൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. എന്താവും അതിന്റെ കണ്ടീഷൻ എന്നറിയില്ല. അപ്പോൾ ഒരെണ്ണെടുത്ത് ഞാൻ ടേസ്റ്റ് നോക്കി. അപ്പോൾ അത് ഇവിടെ മാത്രം ആ ഒരു കുഴിയുള്ള ഏരിയയിലുള്ള ഒരു തിക്നെസ് മാത്രം കൂടുതലുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് അടർത്തി അടുത്ത ട്രിപ്പും കൂടി വെക്കട്ടെ. അടർത്തി എടുത്തിട്ട് അടുത്ത ട്രിപ്പും കൂടി വെക്കട്ടെ. അപ്പം അങ്ങനത്തെ ചായ ഇവിടെയൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു. സ്റ്റീവ് ഉറങ്ങി, ഗ്രേസ് ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാനുള്ള പരിപാടികളിലൊക്കെയാണ്. എന്തായാലും സംഭവം കൊള്ളാം. ഇച്ചിരി ആ കനം വന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ്. താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. പെട്ടെന്ന് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റീവിൻ്റെ കൂടെ എനിക്ക് അറിയാൻ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചെറിയ ഗ്യാപ്പ്. ഇപ്പോൾ സമയം ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് താങ്ക് യു. ഇനി സപ്പോർട്ട് ഉണ്ടാവണം. ബൈ ബൈ.